ഓണം ഞങ്ങളുടെ അടുത്ത് ഇവിടെ UK മാഞ്ചസ്റ്റർ എത്തിയപ്പോൾ കുറച്ച് വൈകി ഗൈസ്. അപ്പോൾ നമ്മളായിരിക്കും ഏറ്റവും അവസാനം ഓണം ആഘോഷിക്കുന്നത്. നമ്മൾ ഓണം ഡ്രസ്സൊക്കെ ഇട്ട് നമ്മൾ നമ്മുടെ ഓണം പ്രോഗ്രാം ഹാളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒരു യൂബർ എടുത്താണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഒരു 15 മിനിറ്റ്സ് യാത്ര ഉണ്ടായിരുന്നു. അന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഒരു ശനിയാഴ്ച, വളരെ സണ്ണി ആയിട്ടുള്ള ദിവസം, അത്ര തണുപ്പൊന്നും ഇല്ലാതെ വളരെ ക്ലിയർ സ്കൈയോട് കൂടിയ ദിവസം. നമ്മളിതാ നമ്മുടെ വെന്യൂവിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇതൊരു സ്കൂൾ ക്യാമ്പസ് ആണ്. ഗ്രേറ്റ് അക്കാഡമി ആഷ്ടൺ എന്ന് പറഞ്ഞ സ്കൂളാണ് ഇത്. സാറ്റർഡേ ആയതുകൊണ്ട് സ്കൂൾ അന്നില്ലായിരുന്നു. ഞാൻ ചേട്ടൻ ഒരു ബെസ്റ്റ് ഡേ ഒക്കെ വിഷ് ചെയ്ത് നമ്മൾ പതുക്കെ ഹാളിലോട്ട് പോവുകയാണ്. അപ്പോൾ ആദ്യം തന്നെ അവിടെ ഒരു രജിസ്ട്രേഷൻ ഫോമൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം. അലി രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തു. ഒരു റാഫിൾ എല്ലാം എഴുതി നമ്മുടെ പേരൊക്കെ ഇട്ടു. പക്ഷേ നമുക്ക് അന്ന് ലക്കി ഡ്രോയിൽ കിട്ടിയിട്ടില്ല. നമ്മൾ അനീഷേട്ടനെ കണ്ടൊരു ഹായൊക്കെ പറഞ്ഞ് നമ്മൾ ഹാളിലോട്ട് പോവുകയാണ്. അവിടെ ഓൾറെഡി നമ്മുടെ പൂക്കള മത്സരം കഴിഞ്ഞിരുന്നു. 2 ടീമുകളാണ് ഉണ്ടായിരുന്നത്. അതിൽ രണ്ടാമത്തെ ടീം, ഈ ടീമായിരുന്നു വിജയിച്ചത്. നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. 2 ടീമുകൾ സൂപ്പറായിട്ട് ചെയ്തു. അവിടെ ബാക്കി എല്ലാവരും റെഡി ആയിരിപ്പുണ്ട്. ആദ്യം തന്നെ നമ്മുടെ കൊച്ചു കുട്ടികളുടെ ഫാഷൻ ഷോ ഉണ്ടായിരുന്നു. റാമ്പ് വാക്കൊക്കെ ഞാൻ വീഡിയോയിൽ എടുത്തതായിരുന്നു. പക്ഷേ എനിക്ക് എല്ലാം കൂടെ നമ്മുടെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് വളരെ കുറച്ച് ക്ലിപ്സ് മാത്രമാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. എല്ലാ കുട്ടികളും ഓണം ഡ്രസ്സിൽ വളരെ സുന്ദരികളായിരുന്നു, വളരെ സുന്ദരി. അവർ നടന്നു വരുന്ന സ്റ്റൈലും അവരുടെ ആ ഡ്രസ്സിങ് എല്ലാം ഭയങ്കര രസമായിരുന്നു. പിന്നെ എബവ് 10 ഇയേഴ്സിന്റെ ചെറിയൊരു ഫാഷൻ ഷോ ഉണ്ടായിരുന്നു. 3 കണ്ടസ്റ്റൻസേ ഉണ്ടായിരുന്നുള്ളൂ. ഈ കുട്ടി ഉണ്ടായിരുന്നു. പിന്നെ രണ്ടാമത്തെ, ഞാൻ ഇവരുടെ എല്ലാം പേരുകൾ പഠിച്ചു വരുന്നേ ഉള്ളൂ. നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഒരു അസോസിയേഷന്റെ ഓണം ആഘോഷം പങ്കെടുക്കുന്നത്. അപ്പോൾ ഇനി നെക്സ്റ്റ് ഇയറിൽ നമ്മുടെ എല്ലാവരുടെയും, എൻ്റെയും അലിയുടെയും മാധുവിൻ്റെ എല്ലാം പ്രോഗ്രാം ഇതിൽ നിങ്ങൾ കാണും. ഓക്കെ, അപ്പോൾ ഇനിയുള്ളത് നമ്മുടെ ലേഡീസിൻ്റെയും ജെൻസിൻ്റെയൊക്കെ ഫാഷൻ ഷോ ആണ്. വളരെ കിടിലം ഫാഷൻ ഷോ ആയിരുന്നു. കിടിലം ഡ്രസ്സ് ചെയ്ത് റാംബോക്കൊക്കെ ചെയ്ത് എല്ലാവരും വളരെ സുന്ദരന്മാരായിരുന്നു ഈ റാമ്പ് വാക്കിൽ. ഈ കുട്ടിക്കായിരുന്നു ലേഡീസിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയത്. നല്ല സൂപ്പറായിട്ട് റാമ്പ് വാക്ക് ചെയ്തായിരുന്നു. ഈ കുട്ടിക്കാണ് സെക്കൻഡ് പ്രൈസ് കിട്ടിയത് നമ്മുടെ ഫാഷൻ ഷോയിൽ. അപ്പോൾ മൂന്നാമതൊരു കണ്ടസ്റ്റന്റ് കൂടെ ഉണ്ട്, വരുന്നുണ്ട്. ആൾക്കാരൊക്കെ അറൗണ്ട് ഒരു 300 ആൾക്കാരെങ്കിലും ഉണ്ടായിരുന്നു ഈ പ്രോഗ്രാമിന്. പക്ഷെ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഈ പ്രോഗ്രാംസിനൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഓരോരോ ജോലിയും ഓരോരോ ഫാമിലിയും പല കാര്യങ്ങളായിട്ട് തിരക്കിലാണ്. പക്ഷെ നമ്മൾ അടുത്ത ഓണം എല്ലാ പ്രോഗ്രാമിലും നമ്മളും പങ്കെടുക്കും. നമ്മൾ അടിച്ചു പൊളിക്കാൻ പ്ലാൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത് നമ്മുടെ ചെക്കൻ്റെ വീട്ടുകാരുടെ പരിപാടികളെന്ന് ഇന്നസെന്റ് പറയുന്നത് പോലെ ചെക്കന്മാരും മുണ്ടൊക്കെ കൊടുത്ത് കിടിലൻ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നിരന്ന് നിപ്പുണ്ട്. ഇവരുടെ റാമ്പ് വാക്ക് ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാം കൂടെ എനിക്ക് ഈ വീഡിയോയിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ നമ്മളെ ഓണക്കളികളുണ്ടായിരുന്നു. നമ്മുടെ കസേര ചുറ്റി കളി, ഇത് കൊച്ചുകുട്ടികളുടെ ഭയങ്കര രസമായിരുന്നു. അപ്പോൾ പാട്ടും കുട്ടികൾ കളിക്കുന്നതും ഇത് കുറച്ചുകൂടെ മുതിർന്നവരുടെ ലേഡീസിൻ്റെ ആയിരുന്നു. ഇതും നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇത് കഴിഞ്ഞ് നമ്മുടെ ചെക്കന്മാരുടെയും കസേര ചുറ്റുകളി. ഇതൊക്കെയാണല്ലോ നമ്മുടെ ഒരു സന്തോഷം എന്ന് പറയുന്നത്. നല്ല ഒരു ഓളം ഉണ്ടായിരുന്നു, നല്ല പാട്ടൊക്കെ ഇട്ട് ഒരു നല്ല രസം. പിന്നെ ഓണത്തിന്റെ തിരുവാതിരക്കളി ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ നമ്മുടെ മെമ്പേഴ്സ് തന്നെ, ഇതെല്ലാം അസോസിയേഷനിലുള്ള ചേച്ചിമാരും കൂട്ടുകാരും എല്ലാവരും ആണ്. പിന്നെ കൈകൊട്ട് പാട്ട്, ഇത് ഒരു ഓളമായിരുന്നു കേട്ടോ, നല്ല രസമായിരുന്നു. എല്ലാവരും കിഡിലെ എനർജി പെർഫോമൻസ് എന്ന് പറയാമല്ലോ, എനർജി. പിന്നെ അടുത്തൊരു ഡാൻസ്, എല്ലാവരും അടിച്ചു പൊളിച്ച് ഡാൻസ് ചെയ്തു. ഇവരുടെ ഒരു ഡാൻസും കൂടെ കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത് കൊച്ചുകുട്ടികളുടെ പ്രോഗ്രാംസ് ആയിരുന്നു. ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു കൊച്ചുകുട്ടികളുടെ. ഇതും ഒരു പവർ എനർജി പാക്ക് ഡാൻസ് എന്ന് തന്നെ പറയാം. പിള്ളേർ എത്രയോ ദിവസം ഈ പിള്ളേരെല്ലാവരും പ്രാക്ടീസ് ചെയ്തു ഈ ഓണം പ്രോഗ്രാമിന് വേണ്ടി. അവരുടെ ക്ലാസ് കഴിഞ്ഞും സ്കൂള് കഴിഞ്ഞും എല്ലാവരും ഒരുമിച്ച് കൂടി പ്രാക്ടീസ്, എത്രയോ ദിവസത്തെ പ്രാക്ടീസിന്റെ റിസൾട്ടാണ് ഇതെല്ലാം. അപ്പോൾ ഇതെല്ലാം ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റബിൾ ആണ്. നെക്സ്റ്റ് ഇയർ
നമ്മളും ഉണ്ടാവും ഈ എല്ലാ പ്രോഗ്രാമിനും. അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ മെയിൻ ഓണം സദ്യയിലേക്ക്, നമ്മൾ മച്ച് വെയിറ്റഡ് ഓണം സദ്യയിലേക്ക് നമ്മൾ കടന്നു. അവിടെ ഓണം പലതരം കറികളൊക്കെ ആയിട്ട് എല്ലാം റെഡി ആയിരുന്നു. നമ്മുടെ അസോസിയേഷനിലെ മെമ്പേഴ്സ് തന്നെയാണ് ഫുഡ് വിളമ്പാനും അത് അറേഞ്ച് ചെയ്യാനും എല്ലാം എല്ലാവരും മുമ്പിട്ട് വളരെ യൂണിറ്റി ആയിട്ട് ഐക്യത്തോടെ എല്ലാവരും ഉണ്ടായിരുന്നു. നമ്മൾ ഈ ചോറൊക്കെ കിട്ടി. അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് ഇത്രയും സംഭവങ്ങളൊക്കെ വെച്ച് ഞാൻ കഴിക്കുന്നത്. അത് ചോറെല്ലാം നമ്മൾ ആസ്വദിച്ച് കഴിച്ചതിന് ശേഷം പിന്നെ എന്താണ് ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വടംവലി ഗൈസ്. എൻ്റെ അമ്മോ, ഇതൊരു വൈബ് തന്നെയായിരുന്നു വടംവലി. അപ്പോൾ ആദ്യം നമ്മുടെ കൊച്ചു കുട്ടികളുടെ വടംവലി ആണ്. അപ്പോൾ അതാ നിൽക്കുന്നു ഫ്രണ്ടിൽ ആദമ്മോനും പിന്നെ അവരുടെ കുറച്ച് കൂട്ടുകാരും ഒരു സൈഡിലും. അപ്പുറത്ത് ഇത് ടീമായിട്ടൊന്നുമില്ല, അപ്പം നിന്ന പിള്ളേരെല്ലാവരും കൂടെ ഓരോരോ സൈഡിലായിട്ട് കയറി നിന്നു, എല്ലാ സൈഡിലും ഒരേപോലെ പിള്ളേർ. അപ്പോൾ വടംവലി ആദ്യമായിട്ട് നമ്മുടെ റിബൺ കെട്ടി നമ്മുടെ ഉദ്ഘാടനം ചെയ്യുന്നത് അവിടുത്തെ മേയറാണ്. നമ്മുടെ ഇവിടുത്തെ ടീം സൈഡിലെ മേയറായിരുന്നു ഉദ്ഘാടനം ചെയ്തത്. അങ്ങനെ ആദമ്മോന്റെ ഫസ്റ്റ് വടംവലിയാണ് 2024 ടീം സൈഡ് മാഞ്ചസ്റ്ററിൽ നടക്കുന്നത്. അപ്പോൾ ആദമ്മോന്റെ വടംവലി ഒന്ന് ശ്രദ്ധിച്ചോ, കിടിലം വലിയാണ്. ആദമ്മോ വലിക്കുന്നുണ്ട്, അതാ വലിക്കുന്നുണ്ട്. ജയിച്ചു ആദമ്മോൻ ജയിച്ചു. ആദമ്മോനും ഫ്രണ്ട്സും ജയിച്ചിരിക്കുകയാണ് ഗൈസ്. വടം എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ നമുക്ക് പോലും പിടിക്കാൻ പറ്റത്തില്ല. പിന്നെ ഒരു 4 ടീം ഉണ്ടായിരുന്നു മോനെ, കിടിലൻ ടീംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനൊന്നിന് മിച്ചം. അങ്ങോട്ടും ഇങ്ങോട്ടും വലിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടിലം വലിയായിരുന്നു. ഒരു അരമണിക്കൂർ, ഓ മൈ ഗോഡ്, അരമണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഒറ്റ വലിയല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി വലിക്കുന്ന കിടിലം വലിയായിരുന്നു. പക്ഷെ ഒരു കിടിലൻ ടീം ഉണ്ടായിരുന്നു, UK വൈബ്സിന്റെ ഒരു കിടിലൻ ടീം ഉണ്ടായിരുന്നു. അവര് ഫൈനലില് ജയിച്ചു. ഇത് നോക്കിക്കോ, അവന്മാര് കൊണ്ടങ്ങ് പോവും കേട്ടോ. എല്ലാവരും അവരുടെ കൺട്രോൾ തെറ്റിയിട്ടാണ് സംഭവം. വടം പൊങ്ങിയിട്ട് അവരുടെ കൺട്രോൾ തെറ്റി പോകുന്നതാണ്. ഇവർ വലിക്കുന്നുണ്ടോ, വടം താന്ന് നിൽക്കേണ്ടതാണ്. വടം എപ്പോഴും നമ്മുടെ ഹിപ്പിന്റെ ലെവലിൽ വടം നിൽക്കണം. വടം പൊങ്ങിക്കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ കയ്യിൽ എന്തായി പോവും, കൺട്രോൾ പോവും. ഈ സൈഡിലുള്ളവർ കൊണ്ടുപോകുന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കാം. കൊണ്ടുപോകുന്നുണ്ട്. യെസ്, അവർ കൊണ്ടുപോയി. അത് കഴിഞ്ഞ് ആണ് നമ്മുടെ ലേഡീസിന്റെ ഒരു വടംവലി ഉണ്ടായിരുന്നു. ആദ്യം നിൽക്കുന്നത് അലിക്കുഞ്ഞാണ്, അലീന, എൻ്റെ വൈഫ്. ഫ്രണ്ടിൽ നിന്ന് വലിക്കുന്നുണ്ട്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് വടം വലിക്കുന്നത്. നോക്കാം അതിന്റെ റിസൾട്ട് എന്താവും നോക്കാം. ഒരു രക്ഷയില്ലായിരുന്നു. എന്തായിരുന്നാലും ആദ്യം ഒന്ന് പാളി. ആദ്യം അങ്ങോട്ട് വലിച്ചു, പിന്നെ ഒരു 2-3 സ്റ്റെപ്പ് ഫ്രണ്ടിലോട്ട് പോവേണ്ടി വന്നു. ഞാൻ അവിടെ ഫ്രണ്ടിൽ നിന്ന് കട്ടയ്ക്ക് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. പോയി എന്ന് തന്നെ വിചാരിച്ചു. പക്ഷെ അവിടെ നിന്നത് കൊണ്ട് അവര് തിരിച്ച് വലിച്ചെടുത്തു ഗൈസ്. സൂപ്പർ ആയിരുന്നു. ഭയങ്കര ഒരു എന്താ പറയാ, എനർജി തരുന്നത്. ഇതോ കൊണ്ടുപോകുന്നുണ്ടോ. ലാസ്റ്റ് ഈ ടീമായിരുന്നു, ഈ ടീം ജയിച്ചു. കൊണ്ടുപോയി അവര് ജയിച്ചു ഗൈസ്. അങ്ങനെ അലീന ജീവിതത്തിൽ ആദ്യമായിട്ട് വടം വലിച്ച് ജയിച്ചു. ഇതാണ് ഗൈസ് ഫൈനൽ. ഒരു 1.5 വലിയായിരുന്നു. പക്ഷേ ഇവര് വീണുപോയി ഗൈസ്, തറയിൽ വീണുപോയി. അല്ലെങ്കിൽ പിടുത്തം കിട്ടിയേനെ. ഇവരിപ്പോ തറയിൽ വീണു പോകും. ആരുടെയോ കയ്യിൽ നിന്ന് അതിന്റെ കൺട്രോൾ പോയി തറയിൽ വീണു പോകും. ലാസ്റ്റ് അങ്ങ് ബാക്കിൽ നിന്നവരൊക്കെ കുറച്ചു നേരം ഒരഞ്ഞുപോയി. കണ്ടോ കുറച്ച് ഒരഞ്ഞുപോയി. അങ്ങനെ എല്ലാവരും കൈവിട്ടു. അങ്ങനെ വടംവലി കഴിഞ്ഞു, ഫൈനൽ കഴിഞ്ഞു. പിന്നെ മാവേലിയും ചെണ്ടമേളവും എല്ലാമായിട്ട് ഒരു ഓളമായിരുന്നു ഗൈസ്. അപ്പോൾ ജയിച്ച ടീമാണിത്. പിന്നെ നമ്മളെല്ലാവരും തിരിച്ച് ഹോളിലോട്ട് പോവുകയാണ്. ഇനിയും കുറച്ച് കലാപരിപാടികളുണ്ട്. പിന്നെ ഓണ കലാപരിപാടികൾ, ഡാൻസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മളെല്ലാവരും മാവേലിയായിട്ട് അവിടെ നിന്ന് ശിങ്കാരി മേളവും അവിടെ ഒരു പൊളിച്ചു. നമ്മളവിടെ ഒരു 1.5 പൊളിയായിരുന്നു. മാവേലി കിടിലം കേട്ടോ. മാവേലിക്ക് പറ്റിയ ആളായിരുന്നു നമുക്ക് കിട്ടിയത്. പിന്നെ ഞാനും മാവേലിയായിട്ട് ചെറിയൊരു സെൽഫിയും കാര്യങ്ങളൊക്കെ എടുക്കണമല്ലോ, ചുമ്മാ ഒരു പേരിന്. അങ്ങനെ നമ്മള് പോവാണ്. രണ്ടും വടം വലിച്ച് ഫസ്റ്റ് പ്രൈസ് അടിച്ചിട്ട് പോവാണ്. ജീവിതത്തിൽ ആദ്യമായിട്ട് വടം വലിച്ചു. 2 പേർക്കും ഫസ്റ്റ് പ്രൈസ്. ഹോളിലോട്ട് പോയി. പിന്നെ അതിനകത്ത് കുറച്ച് ചെണ്ടമേളവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ കലാശക്കൊട്ട് പോലെയാണ് ചെണ്ടമേളവും. നമ്മൾ എല്ലാവരും നിന്ന് ഡാൻസ് കളിക്കുന്നു. ഒരു വൈബായിരുന്നു മോനെ, ഒരു 1.5 വൈബ് ഗൈസ്.
ഒരായിട്ട് എൻജോയ് ചെയ്യുന്നു. പിന്നെ നമ്മുടെ മെമ്പേഴ്സിൻ്റെ തന്നെ ഒരു പാട്ട് അവർ ഗ്രൂപ്പായിട്ട് പാടി. പിന്നെ നമ്മളെല്ലാവരും ഈ പാട്ടിനനുസരിച്ച് ഡാൻസ് കളിക്കുന്നു, സൈഡിൽ നിന്ന് ഡാൻസ് കളിക്കുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും സ്റ്റേജിലോട്ട് പോയി ഡാൻസ് കളിക്കുന്നു. ഒരു രസമായിരുന്നു ഓണം. നാട്ടിൽ ഇതിനേക്കാളും ആഘോഷിക്കുകയാണെങ്കിലും ഇവിടെ ഇപ്പൊ നാട്ടിൽ നിന്നൊക്കെ എല്ലാവരും ഇവിടെ ജോലിക്ക് വേണ്ടി വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ആഘോഷം എല്ലാവരുമായിട്ട് ഒരുമിച്ച് നിന്ന് ഒരുമിച്ച് ഒരു ദിവസത്തെ ആഘോഷം എന്ന് പറയുമ്പോഴേ അതൊരു വൈബ് തന്നെയാണ്. പിന്നെ ഈ പാട്ട് അറിയാലോ, ഈ പാട്ട് നമ്മുടെ ആവശ്യത്തിലെ പാട്ടൊക്കെ ഇട്ട് നമ്മളങ്ങ് അടിച്ചങ്ങ് പൊളിച്ചു ഗൈസ്. ആ ഒരു ദിവസം നമ്മൾ രാവിലെ ഒരു 9:30-10 മണിക്ക് ഈ ഹാളിൽ എത്തിയാണ്. വൈകിട്ട് ഒരു 5:30 മണി വരെ സമയം പോയത് അറിഞ്ഞില്ല കേട്ടോ. എല്ലാവരുടെ ഡാൻസും പാട്ടും കൂത്തും വാവ്, അടിച്ച് പൊളിച്ചു ഗൈസ്. അപ്പോൾ ഞങ്ങള് ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. നമുക്ക് ക്രിക്കറ്റിന് സെക്കൻഡ് റണ്ണറപ്പ് ആയതുകൊണ്ട് നമുക്ക് ഒരു പ്രൈസ് ഉണ്ടായിരുന്നു. പിന്നെ അലീനയ്ക്ക് പ്രൈസ് കിട്ടി, ആദമോന് പ്രൈസ് കിട്ടി. നമ്മൾ അങ്ങനെ എല്ലാവരും പ്രൈസൊക്കെ വാങ്ങിച്ച് വാവ്, ഇതൊക്കെ ഒരു വൈബായിരുന്നു കഴിച്ച്. എല്ലാരും കൂടെ അടിച്ചങ്ങ് പൊളിക്കുകയാണ്. ഫൈനൽ കലാശക്കൊട്ടാണ്, കലാശക്കൊട്ട്. മെഡൽ കിട്ടും. നമ്മുടെ ടഗ് ഓഫ് വാറിന് ജയിച്ചിരിക്കുന്നു. എനിക്കും കിട്ടി ഒരു മെഡൽ. അങ്ങനെ നമ്മള് എല്ലാം കഴിഞ്ഞ് പോവുകയാണ്. പിന്നെ അലി നമ്മുടെ ലേഡീസിന്റെ ടഗ് ഓഫ് വാർ വാങ്ങിച്ചില്ലേ, ജയിച്ചില്ലേ, അതിനും അവർക്ക് ക്യാഷ് പ്രൈസും ഉണ്ട്, ചെറിയൊരു ട്രോഫി ഉണ്ട്. അപ്പോൾ അതും കൂടെ അവർ വാങ്ങിച്ചു. നമ്മൾ 2024 ഓണം ചെറുതായിട്ട് അങ്ങ് അടിച്ചങ്ങ് പൊളിച്ചു ഗൈസ്. ഓക്കെ, അപ്പോൾ വീണ്ടും അടുത്ത് കാണുന്നവരെ വണക്കം.